നമസ്കാരം പ്രിയമുള്ളവരെ, ST ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ തട്ടിപ്പുകളും ഒരുപാട് സ്കാമുകളും അതിനുള്ളിൽ പാവപ്പെട്ട ആളുകൾ അകപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ഫോൺ എടുത്താൽ തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് 1930 വിളിക്കുക, ബന്ധപ്പെടുക. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കാതെ കണ്ട് നമ്മൾ ജാഗരൂകരായി ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞ ഈ സ്കാമുകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അടുത്ത 3-4 സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂസ് പറ്റി. അപ്പം അവർ നമ്മുടെ സെൻറ്ററിൽ വരികയും അപ്പോൾ ഈ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും മറ്റും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രോഡുകൾ, അതായത് ഈ സോഷ്യൽ മീഡിയകളിലും എല്ലാം കുറേ ഫ്രോഡുകളുണ്ട്. അപ്പം നമ്മളിതറിയാതെ ഇതിനകത്ത് ഒരുപാട് പരസ്യങ്ങൾ, യൂട്യൂബ് മോണിറ്റൈസേഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാനം പരസ്യങ്ങൾ വരും. ഈ പരസ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇവർ ഈ സർവീസ് ചെയ്യുമെന്ന് സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ സർവീസ് ഇത്രയും റേറ്റിൽ കിട്ടും. നമ്മൾ പുറത്ത് അന്വേഷിക്കുമ്പോൾ ഭയങ്കര റേറ്റ് കഴിക്കും. അപ്പോൾ നമ്മൾ ഇവരെ ഉടനെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നു, ഇവരുടനെ വലിയ ഹൈഫൈ ടീമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഉടനെ അത് തിരിച്ചയക്കുന്നു. നമ്മൾ അത് കണ്ട് വിശ്വസിച്ച് ഇവർക്ക് പൈസ ഫസ്റ്റിലെ പേ ചെയ്യുന്നു. പൈസ പേ ചെയ്തതിന് ശേഷം ഇവരുടെ യാതൊരു അഡ്രസ്സും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. ശേഷം നമ്മൾ ബാങ്കിൽ ഇൻഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗൂഗിൾ പേ വഴിയോ അല്ലെ ഫോൺ പേയിലോ ഏത് മീഡിയത്തിലാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത് അവരെ കോൺടാക്റ്റ് ചെയ്യുന്നു. അവർ പറയും റിപ്പോർട്ട് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യും, സൈബർ ഇതിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയും. നമ്മൾ ഓടി ചെന്ന് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ സൈബറിൽ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ ഫോൺ കിട്ടത്തില്ല, ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് കിടക്കും. പിന്നെ അവർ തിരിച്ചു വിളിക്കും. അവർ തിരിച്ചു വിളിച്ച് പറയുന്ന ഒരേ കാര്യം, നിങ്ങൾ അക്ഷയയിലോ കോമൺ സർവീസ് സെൻറ്ററിലോ അല്ലെ ഇൻഡിവിജ്വലിലോ സിറ്റിസൺ ലോജിൽ കയറി നിങ്ങളിത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയും. ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ പോയ പൈസ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പം നമ്മൾ കഴിവതും നമ്മൾ ഇതിലൊന്നും അകപ്പെടാതിരിക്കാനുള്ള ജാഗ്രത എടുക്കുക. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കളിലും എല്ലാവരിലും എത്തിക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന കാര്യങ്ങൾ അത് കൃത്യമാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇവരുമായിട്ടുള്ള ഡീലിങ്സിന് പോവുക. എന്തെങ്കിലും കാരണവശാൽ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ 1930 വിളിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതാണ് അതിന് ഉചിതം. സപ്പോസ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായ ഒരു വിഷയമാണ്. കാരണം വെച്ചാൽ പുള്ളിക്ക് ഇതുപോലെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ഇവർ ബാങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യുമ്പം അവർ പറയുന്നത് ഇത് നമ്മൾ ചാർജ് ബാക്കിന് അയക്കും സാറേ, ഇതാന്നൊക്കെ പറഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാണ് മിക്ക ബാങ്കുകളും ഇത് തള്ളിക്കളയുന്നത്. ഒരു പക്ഷേ ബാങ്കുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് ഏത് അക്കൗണ്ടിലാണ് പോയത് ഇവരെ കണ്ടുപിടിച്ച് ട്രേസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഇവരൊന്നും അതിന് മെനക്കെടാറില്ല. ഇവരെല്ലാം കസ്റ്റമറിൻ്റെ മണ്ടയിലോട്ട് ഇത് വെച്ചിട്ട് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അപ്പം ഇങ്ങനെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ഇത് എല്ലാവരിലും എത്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഈ സമൂഹത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ജാഗരൂകരായി ഇരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നന്ദി, നമസ്കാരം. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇതിപ്പം ജസ്റ്റ് ഒരു അവയർനെസ് എന്ന് വേണ്ടിയിട്ട് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഒന്ന് അറ്റൻഷനായി ഇത് കേട്ട് അത് തന്നെയാണ് ഈ വീഡിയോയ്ക്കുള്ള ഏറ്റവും വലിയ വിഷയം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഒത്തിരിയും ആൾക്കാർക്ക് ഇതുപോലെ ഈ പറഞ്ഞ ദുരനുഭവങ്ങൾ ഉണ്ടായി കാണും. പക്ഷെ അവർ അത് പുറത്ത് പറയാനുള്ള മടി മൂലം അത് ഹൈഡ് ചെയ്ത് വെക്കും. അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും തോറും ഇങ്ങനെയുള്ള ആക്രമണികൾ, അതായത് ഈ സോഷ്യൽ മീഡിയകളിലും മറ്റുമുള്ള ഇതുപോലുള്ള ആളുകൾ ഇത് മുതലെടുത്ത് കൂടുതൽ വലിയ സ്കാമുകളിലേക്ക് അവർ ചെയ്യാനുള്ള പ്രോത്സാഹനം വന്നു. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ഈ പറഞ്ഞ സൈബർ സെല്ലിലും മറ്റും റിപ്പോർട്ട് ചെയ്ത് വേണ്ടുന്ന നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും.
അപ്പം എല്ലാവരും ഇതുവരെ ഈ വീഡിയോ കേട്ടിരുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ബൈ ബൈ ഫ്രം SG ചാനൽ.